അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ സംരംഭം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ തീയൊക്കെ കാണുമ്പോൾ എന്ത് സംരംഭമാണെന്നുള്ളതൊക്കെ നിങ്ങൾ ആലോചിക്കുന്നു. അപ്പോൾ വീട്ടാവശ്യത്തിന് വേണ്ടി തുടങ്ങിയ നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു കൃഷിയായിട്ട് തുടങ്ങിയാലോ എന്ന് ഉള്ള ആലോചനയിലാണ്. അപ്പോൾ ആലോചനയിൽ മാത്രമല്ല, അതിനുള്ള പ്രവർത്തനത്തിലൂടെയാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ചെറിയ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൃഷിയെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും ഉൾപ്പെടുത്തുക. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ മുഖ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറേ ഡ്രമ്മൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നല്ല മനസ്സിൻ്റെ ഉള്ള പ്രാർത്ഥനയിലൂടെയും സപ്പോർട്ടിലൂടെയൊക്കെയാണ് നമ്മളുടെ വിജയം. ഇതിനൊക്കെ ഒന്ന് ഓഴ്സിടാനുള്ള ശ്രമത്തിലാണ്. ഓഴ്സിടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള ഡ്രമ്മാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇപ്പോൾ നമ്മൾ 2 എണ്ണമാണ് ഓഴ്സിട്ടത്. അപ്പോൾ അവിടെ കാണുന്നില്ലേ, ഇതുപോലെ 2 ഡ്രമ്മിനാണ് ഇപ്പോൾ നമ്മൾ ഓഴ്സിട്ടത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഓഴ്സിടുന്നത് മാത്രമാണ്. ഓഴ്സിട്ടതിൻ്റെ ദിവസം പിന്നെ നമുക്ക് ഈ ചെടിയൊക്കെ വെക്കുന്നതും മണ്ണ് നിറക്കുന്നതൊക്കെ നമുക്ക് സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാം. അപ്പോൾ തീ കാണിക്കുന്നത് ഈ കമ്പി ചൂടാക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു കൃഷിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഡ്രമ്മ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രമ്മിനെയൊക്കെ ഒന്ന് ദ്വാരമിടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഇരുമ്പ് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചിരട്ടക്കൊക്കെ ഭയങ്കര വിലയാണ്. എന്നാലും വേണ്ടിയില്ല, ചിരട്ടൊക്കെ കത്തിച്ചിട്ട് വേണ്ടതൊക്കെ പഴുപ്പിച്ചിട്ട് വേണം അത് ചൂടാക്കാൻ. എത്രയും കട്ടിയുള്ള ഡ്രമ്മാണ്. കമ്പിയൊക്കെ നല്ല പഴുത്തുണ്ട് കിട്ടണം. കമ്പിയൊക്കെ ചെറുതായിട്ട് പഴുത്തിട്ടുണ്ട്. ഇത് കണ്ട, ഇതാണ് അതിൻ്റെ ചുവപ്പ്. ഈ ചുവപ്പ് അപ്പോൾ നമ്മൾ ഡ്രമ്മിലെ ദ്വാരമിടലൊക്കെ കഴിഞ്ഞ് ഇരുമ്പ് പഴുപ്പിച്ച് ചെയ്തുകൊണ്ട് പെട്ടെന്ന് റെഡിയായി. അല്ലെങ്കിൽ ഡ്രിൽ മെഷീനൊക്കെ തപ്പി നടക്കണം. ഡ്രിൽ മെഷീൻ തപ്പി നടക്കേണ്ടതില്ല, ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും ഡ്രിൽ മെഷീൻ ഇത്ര വലിയ ഹോളൊന്നും ഉണ്ടാവില്ല. ഇത്ര വലിയ ഹോളുണ്ടെങ്കിൽ അത് വിചാരിച്ച മാതിരി വെള്ളമൊക്കെ പോകുള്ളൂ. ഡ്രാഗൺ ഫ്രൂട്ടിനൊന്നും കൂടുതൽ വെള്ളം പാടില്ല. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം പോകണം. അപ്പോൾ ഈ ദൗത്യമാണ് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഡ്രമ്മൊക്കെ ദ്വാരമിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് എത്തിച്ചിരിക്കണം. ഒരു 7 ഡ്രമ്മ് വെക്കാനുള്ള സ്ഥലം തന്നെ ഇവിടെയുള്ളൂ. ഇതിൻ്റെ മേലെ നമ്മൾ വെക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് കൂട്ടി വെച്ച് ഇനിയിപ്പോൾ ഒരാളുടെ സഹായമൊക്കെ വേണ്ടി വരും. മണ്ണ് നിറക്കാനും അങ്ങനെയുള്ളതിനൊക്കെ കുറച്ച് ഒരാളുടെ സഹായം വേണ്ടി വരും. പിന്നെ ഇത് വെക്കാനൊരു സ്റ്റാൻഡുണ്ട്, ഈ ഇരുമ്പിൻ്റെ, അതുണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ അടിയിൽ വെള്ളത്തിൻ്റെ കിനിവുണ്ടാകുമ്പോൾ വാർപ്പിന് കേടാവും. അപ്പോൾ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ എപ്പോഴും ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി നമ്മൾ കരുതി വെക്കണം. അപ്പോൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എല്ലാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്ന പോലെ തന്നെ നിങ്ങളെല്ലാം പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. സപ്പോർട്ടിനേക്കാൾ കൂടുതൽ പ്രാർത്ഥനയാണ്. എന്ന് കരുതി സപ്പോർട്ട് വേണ്ട എന്നല്ല, സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലേ നമുക്കിതൊക്കെ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സപ്പോർട്ടിനോടൊപ്പം നമ്മൾ ഇതൊക്കെ ചെറിയ രീതിയിലാണെങ്കിൽ ആ ചെറിയ രീതിയിൽ വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ തന്നെയായിരിക്കും ഇതിൻ്റെ വിജയത്തിൻ്റെ പിന്നിലൊക്കെ ഹേതുവാവുക. അപ്പോൾ എല്ലാവരും നമ്മളെ കണ്ടറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ നല്ല മനസ്സിലുള്ള സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.